Hi dears, welcome back to our physics class. Today we are going to take a new topic, that is, in the last class we have discussed with what is thrust and pressure. And we know that thrust and pressure are exerted by solid state substance. And in the last portion of our class we already said that not only solid state substances are exerted by pressure, but also liquid and gases also exert pressure. Today we are going to take how liquid exert pressure and what are the factors affecting liquid pressure and how liquid pressure act. അപ്പോൾ സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു സബ്സ്റ്റൻസ് ആണെങ്കിൽ അതിന് പ്രഷർ എക്സേർട്ട് ചെയ്യാൻ കഴിയും അല്ലെ, അതായത് അതിന്റെ വെയിറ്റ് കൊണ്ട് അതിനൊരു ഫോഴ്സ് കൊടുക്കാൻ കഴിയും അല്ലെങ്കിൽ ഒരു പ്രഷർ കൊടുക്കാൻ കഴിയും എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിക്വിഡ്സിന്, സോളിഡിന് പോലെ ലിക്വിഡിനും ഈ പ്രഷർ എക്സേർട്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോ നമുക്കറിയാം ലിക്വിഡ് എന്ന് പറയുന്നത് അല്ലെ, അതിന്റെ ഓക്യുപ്പൈ ചെയ്യുന്ന സ്പേസ് എന്ന് പറയുന്നത് അതെടുത്തിരിക്കുന്ന കണ്ടെയ്നർ ആണ്. ഇപ്പൊ നമ്മളൊരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അതാണ് ഇവിടെ കണ്ടെയ്നർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ലിക്വിഡിനൊരു എബിലിറ്റി ഉണ്ട്, എന്താണ്, ഈ എടുത്തിരിക്കുന്ന കണ്ടെയ്നറിന്റെ എല്ലാ സൈഡിലേക്കും ഒരുപോലെ പ്രഷർ എക്സേർട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ പ്രഷർ ഫോഴ്സ് കൊടുക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. വിച്ച് മീൻസ് ദ ലിക്വിഡ് exert forces to all side of the container in which they are taken. അത് എടുത്തിട്ടുള്ള കണ്ടെയ്നറിന്റെ എല്ലാ സൈഡിലേക്കും ഒരുപോലെ പ്രഷർ അല്ലെങ്കിൽ ഫോഴ്സ് കൊടുക്കാനുള്ള ഒരു എബിലിറ്റി ലിക്വിഡ്സിനുണ്ട്. ഓക്കെ, നമ്മളിപ്പോ ലിക്വിഡിന് പ്രഷർ എക്സേർട്ട് ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലായി അല്ലെ, അല്ലെങ്കിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലായി. അതായത് അങ്ങനെയാണെങ്കിൽ എന്താണ് ലിക്വിഡ് പ്രഷർ? യെസ്, ദ ത്രസ്റ്റ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ ബൈ എ ലിക്വിഡ് ഇസ് കോൾഡ് ലിക്വിഡ് പ്രഷർ. അതായത് ഒരു ലിക്വിഡ് അല്ലെ, ഒരു യൂണിറ്റ് ഏരിയയിൽ എത്രത്തോളം ത്രസ്റ്റ് അല്ലെങ്കിൽ ഫോഴ്സ് അതിന് എക്സ്പീരിയൻസ് ചെയ്യിക്കാൻ കഴിയും, അതിനെയാണ് നമ്മൾ ലിക്വിഡ് പ്രഷർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു ലിക്വിഡ്സിന് എന്താണ് ഫോഴ്സ് അല്ലെങ്കിൽ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇനി ഇത് എങ്ങനെയാണ് വരുന്നത്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ലിക്വിഡ് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ ഒരു ആക്ടിവിറ്റിയിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഹിയർ വി ക്യാൻ സീ എ പിക്ചർ. ദാറ്റ് ഈസ് ദ പിക്ചർ ഷോ three identical balloons A, B and C. These three identical balloons A, B, C are fitted in a PVC pipe. Now we are going to fill water in this PVC pipe. What we can see? Yes, the balloons can expand. Which balloon expand more? Yes, the balloon C or the balloon at place C expand more. What is the reason for more expansion of balloon C? Yes, the height of or the depth of C is more as compared to A and B. Which means balloon C is more depth in place. See, how can the expansion of balloon or expanded balloon related to the depth of the level of the liquid in that PVC pipe? ഇങ്ങനെയാണ് ഈ ലിക്വിഡിന്റെ ആഴവും ബലൂണിന്റെ എക്സ്പാൻഷനും തമ്മിൽ ഉള്ള റിലേഷൻ എന്താണ്? യെസ്, ഡെപ്ത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ
ഹൈറ്റ് താഴേക്ക് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ബലൂണിന്റെ എക്സ്പാൻഷൻ കൂടുന്നു അല്ലെ. ദാറ്റ് ഈസ് as the depth of the liquid increases or depth of the liquid level increases, expansion of balloon also increases, which means yes, height or depth is directly related to liquid pressure. അതായത് ഇപ്പോ ഏറ്റവും ഡെപ്തിലുള്ള ബലൂണിന്റെ എക്സ്പാൻഷൻ കൂടിയതിൽ നിന്ന് നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ലിക്വിഡ് കോളത്തിന്റെ അല്ലെങ്കിൽ ആ ലിക്വിഡ് എടുത്തിട്ടുള്ളതിന്റെ ഡെപ്ത് കൂടുന്തോറും അല്ലെങ്കിൽ ഹൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിപ്പോ ലിക്വിഡ് എടുത്തിട്ടുള്ള ഒരു പൈപ്പ് എന്തെങ്കിലും ആണെന്ന് വിചാരിക്കാം. അപ്പോ ഇപ്പൊ എ എന്ന പോയിന്റ് ബി എന്ന് പറയുന്ന പോയിന്റ് സി എന്ന് പറയുന്ന പോയിന്റ് അല്ലെ. അപ്പൊ ഇതില് സി ആണ് ഏറ്റവും ഡെപ്തിലുള്ള പോയിന്റ് അല്ലെ. ഏറ്റവും ഹൈറ്റ് കൂടുതലും സിക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? യെസ്, ഇതിന്റെ മുകളിലേക്ക് എത്രത്തോളം ലിക്വിഡ് വരുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ലിക്വിഡ് കോളത്തിന്റെ ഹൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ എന്റെ കേസ് ആണെങ്കിൽ ഇതിന് മുകളിൽ ഇത്രയും പോർഷൻ മാത്രമേ എന്ത് വരുന്നുള്ളൂ, ലിക്വിഡിന്റെ ഹൈറ്റ് വരുന്നുള്ളൂ അല്ലെ. ലിക്വിഡ് കോളത്തിന്റെ ഹൈറ്റ്, ലിക്വിഡ് കോളം എന്ന് പറഞ്ഞാൽ ഇതെടുത്തിട്ടുള്ള ആ ഒരു കണ്ടെയ്നർ ആണ് മീൻ ചെയ്യുന്നത്. ബി ആണെങ്കിലോ ഇത്രയും വരും അല്ലെ. പക്ഷെ സിന്റെ കേസ് ആണെങ്കിൽ ഇത്രയുമാണ് ഇതിന്റെ ഹൈറ്റ്, അതായത് കൂടുതൽ ഡെപ്തിൽ കിടക്കുന്നത് അല്ലെ. അപ്പൊ ലിക്വിഡ് കോളത്തിന്റെ ഹൈറ്റ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ചിന്തിക്കേണ്ടത് മുകളിലേക്ക് ഹൈറ്റ് കൂടുന്നതല്ല, ഈ ഒരു പോയിന്റിന് മുകളിൽ എത്രത്തോളം ലിക്വിഡ് വരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ എയിലാണെങ്കിൽ ഇത്രയും ലിക്വിഡ് മാത്രമേ ഇതിന്റെ പ്രഷർ എക്സേർട്ട് ചെയ്യാൻ കഴിയുള്ളൂ എ എന്ന പോയിന്റില്. ബിയിലാണെങ്കിലോ ഇത്രയും എടുത്തിട്ടുള്ള ലിക്വിഡിന് എക്സേർട്ട് ചെയ്യാൻ കഴിയും പ്രഷർ. സിക്കാണെങ്കിലോ ഇതിന് മുകളിലേക്ക് വരുന്ന ഇത്രയും ഭാഗത്തുള്ള കണ്ടെയ്ൻ ചെയ്യുന്ന ലിക്വിഡിനെല്ലാം സിയിലേക്ക് പ്രഷർ എക്സേർട്ട് ചെയ്യാൻ കഴിയും. അപ്പോ ഈ സിയിലായിരിക്കും എന്ത് പ്രഷർ കൂടുതൽ എക്സേർട്ട് ചെയ്യാൻ കഴിയുക, അതായത് ഫോഴ്സ് കൂടുതൽ ഉണ്ടാവുക സിയിലായിരിക്കും, അതായത് ആഴത്തിലുള്ള പോയിന്റിലായിരിക്കും. ഓക്കെ, സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മിസ് ഒരു വർക്ക് തരികയാണ്, നിങ്ങൾ എല്ലാവരും ചെയ്യണം. അതിന്റെ വീഡിയോ മിസ്സിന് അയച്ചു തരുകയും വേണം. എന്താന്ന് വെച്ചാല് നിങ്ങൾ ഒരു ബോട്ടിൽ എടുക്കുക, ഒരു പ്ലാസ്റ്റിക് ബോട്ടില്. അപ്പൊ ഇത് മിസ് കൊടുത്തിട്ടുള്ള പോലെ 3 ഭാഗങ്ങളിലായിട്ട് ഇതിലൊരു ഹോൾ ഇട്ട് കൊടുക്കുക. ഈ പ്ലാസ്റ്റിക് ബോട്ടില് ഇങ്ങനെ ABC എന്ന് പറഞ്ഞിട്ട് 3 ഹോൾ ഇട്ട് കൊടുക്കുക. ഒന്ന് ഏറ്റവും മുകളില് പിന്നെ താഴെ അങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നിങ്ങൾ വെള്ളം ഒഴിക്കുക, ബോട്ടിലിനകത്ത് വെള്ളം നിറക്കുക. അപ്പൊ ഏത് ഹോളിലൂടെയാണ് കൂടുതൽ ലിക്വിഡ് പുറത്തേക്ക് വരുന്നത് എന്ന് നിങ്ങൾ നോക്കിയിട്ട് മിസ്സിന് പറഞ്ഞു തരണം, കൂടെ വീഡിയോയും എടുക്കണം. ഓക്കെ, ലിക്വിഡ് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഇപ്പൊ നമ്മൾ പറഞ്ഞു, എന്താണ്? ലിക്വിഡ് കോളത്തിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് അല്ലെ. അപ്പൊ ലിക്വിഡ് കോളത്തിന്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ലിക്വിഡ് പ്രഷർ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു അല്ലെ. അപ്പോ അതായത് അത്രയും ലിക്വിഡിന് ആ ഒരു പോയിന്റിൽ പ്രഷർ എക്സേർട്ട് ചെയ്യാൻ കഴിയുന്നു അല്ലെ. ഇനി നെക്സ്റ്റ് ഫാക്ടർ, ലിക്വിഡ് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നെക്സ്റ്റ് ഫാക്ടർ എന്താന്ന് വെച്ചാല്, ഇപ്പോ ഇവിടെ കാണിച്ചിട്ടുള്ളത് പോലെ 2 PVC പൈപ്പുകൾ എടുക്കുന്നു. അതിൽ നമ്മൾ 2 ഐഡന്റിക്കൽ ബലൂണ് ഈ പിക്ചറിൽ കൊടുത്തിട്ടുള്ള പോലെ ഫിറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഒന്നിലേക്ക് വാട്ടറും ഒന്നിലേക്ക് നമ്മൾ കെറോസിൻ മണ്ണെണ്ണയുമാണ് ഒഴിക്കാൻ പോകുന്നത്. അപ്പോ ഇവിടെ 2 ബലൂണുകൾ കാണിച്ചത് കണ്ടോ? ഇതില് ഒന്ന് മോർ എക്സ്പാൻഡ് ചെയ്തിട്ടും ഒന്ന് ലെസ് എക്സ്പാൻഡ് ചെയ്തിട്ടുമാണ് നിൽക്കുന്നത് അല്ലെ. അപ്പോ ഈ മോർ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ലിക്വിഡ് ഏതായിരിക്കും? അകത്തെടുത്തിട്ടുള്ള ലിക്വിഡ് ഏതായിരിക്കും? ക്യാൻ യു ഗസ്? യെസ്, വാട്ടർ എടുത്തിട്ടുള്ള
PVC പൈപ്പ് ആയിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ ആ ഒരു ബലൂൺ ആയിരിക്കും കൂടുതൽ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടാവുക. എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം? യെസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്ത്? വാട്ടറിന് കെറോസിനേക്കാളും ഡെൻസിറ്റി എന്താണ്? കൂടുതലാണ് അല്ലേ? അപ്പോ വാട്ടറിന്റെ ഡെൻസിറ്റി 1000 kg/m3, അതുപോലെ തന്നെ കെറോസിന്റെ 830 kg/m3 അല്ലെ? അപ്പോ ഇവിടെ ലിക്വിഡിൽ, ഈ രണ്ട് ലിക്വിഡിലും കെറോസിന് ഡെൻസിറ്റി കുറവും വാട്ടറിന്റെ ഡെൻസിറ്റി കൂടുതലാണ്. അപ്പോ ഡെൻസിറ്റി കൂടിയതിന് എപ്പോഴും വെയിറ്റ് കൂടുതലായിരിക്കും അല്ലെ? അപ്പൊ വെയിറ്റ് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാം. നമ്മളൊരു സിമ്പിൾ ആയിട്ട് ആലോചിക്കുക, ഒരു വലിയ കല്ലും ഒരു ചെറിയ കല്ലും ഇടുന്നതെങ്കിൽ വലിയ കല്ലിനാണ് സ്വാഭാവികമായിട്ട് വെയിറ്റ് കൂടുക, അപ്പൊ അതാണ് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുക അല്ലെ? അതുപോലെ തന്നെ ഇവിടെ വാട്ടറിനാണ് ഡെൻസിറ്റി കൂടുതൽ കെറോസിനേക്കാളും, അപ്പോ വെയിറ്റ് കൂടുതൽ വാട്ടറിനായിരിക്കും. അപ്പൊ വാട്ടറാണ് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുക അല്ലെ? അപ്പോ വാട്ടർ എടുത്തിട്ടുള്ള ബലൂണാണ് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുക. അപ്പോ ലിക്വിഡ് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ആണ്. ഓക്കെ, ഒന്നാമത്തത് ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് കോളം, രണ്ടാമത്തത് എന്താണ്? ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ്. ഇവിടെ നോക്കൂ, ഒരു കണ്ടെയ്നർ അല്ലെ, അല്ലെങ്കിൽ ഒരു ലിക്വിഡ് കോളം, അതായത് ഈ ലിക്വിഡ് എടുത്തിട്ടുള്ള മീൻ ചെയ്യുന്ന ഒരു കണ്ടെയ്നർ. ഇതില് ഈ ഒരു യൂണിറ്റ് ഏരിയ, ഒരു സ്മോൾ ഏരിയ കണ്ടോ? ഈ ഒരു സ്മോൾ ഏരിയയിൽ, അതായത് ഈ ഒരു യൂണിറ്റ് ഏരിയയിൽ ഈ ലിക്വിഡ് കോളത്തിന്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും ഈ ഒരു ഭാഗത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ലിക്വിഡ് പ്രഷർ എന്ന് പറയുന്നത്. അതായത് ലിക്വിഡ് പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി വെയിറ്റ് ഓഫ് ദി ലിക്വിഡ് കോളം ഓവർ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിലുള്ള ലിക്വിഡ് കോളത്തിന്റെ ഭാരത്തിന് ഈക്വൽ ആയിരിക്കും, ഓർ പ്രൊപ്പോർഷണൽ ആയിരിക്കും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ലിക്വിഡ് പ്രഷർ. സോ മെയിൻ ആയിട്ട് 3 ഫാക്ടേഴ്സ് ആണ് ഈ ലിക്വിഡ് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, height of the liquid column is denoted by the small letter H, and second, density of liquid, and it is denoted by the small letter D. Then acceleration due to gravity is due to the weight of the liquid column. Appo acceleration due to gravity is denoted by the letter G, small letter G. Then how we can find liquid pressure from HDG? Yes, liquid pressure P equals HDG. Here H is the height of the liquid column, D is the density of the liquid, and G is the acceleration due to gravity, is approximately 9.8. We take it as a 10 m/s². ഓക്കെ, അപ്പോ ഇത് മൂന്നും തന്നു കഴിഞ്ഞാൽ നമുക്ക് ലിക്വിഡ് പ്രഷർ കണ്ടുപിടിക്കാവുന്നതാണ് അല്ലെ? അപ്പൊ എക്സാമിന് അങ്ങനെയാണ് ചോദിക്കുക കേട്ടോ. ഒന്ന് 3 ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് ചോദിക്കും, പിന്നെ പ്രോബ്ലം ആണ് ചോദിക്കുക. ഈ വാല്യൂസ് ഒക്കെ തന്നിട്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാനാണ് ചോദിക്കുക. അല്ലെങ്കിൽ ലിക്വിഡ് പ്രഷർ തരും, എന്നിട്ട് അതിൽ നിന്ന് നമ്മള് ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് കോളം ചിലപ്പോൾ തന്നിട്ടുണ്ടാവില്ല, അത് കണ്ടുപിടിക്കാൻ അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അത് നമുക്ക് ക്വസ്റ്റ്യൻസ് മിസ് തരാം, അത് നിങ്ങളൊന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്യുക കേട്ടോ. സോ ഇന്ന് നമ്മള് ലിക്വിഡിനും പ്രഷർ എക്സേർട്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കി അല്ലെ? അപ്പൊ ഇനി ഇതുപോലെ ഗ്യാസിനും ലിക്വിഡിനും പോലെ തന്നെ പ്രഷർ എക്സേർട്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് എന്നാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.